പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് നിങ്ങളെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം. ജീവിതത്തിനകത്ത് ആരുമില്ലാത്ത ഏതെങ്കിലും സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ കൂടെ കാണാമെന്ന് പറഞ്ഞവരും കൂടെ സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞവരും ഒക്കെ ഒരു പക്ഷെങ്കിൽ മാറിപ്പോയേക്കാം. നമുക്ക് അത്യാവശ്യമുള്ളപ്പോൾ ഒരു പക്ഷെ കണ്ടില്ലെന്ന് വരാം. പക്ഷെ ഇന്ന് ഈ സമയത്ത് എനിക്ക് പ്രചോദനമേകിയ ഒരു വേദപുസ്തകത്തിലെ ഒരു വാക്യം, ഏത് സാഹചര്യത്തിലും എത്ര അത്യാവശ്യത്തിലും എപ്പോൾ വിളിച്ചാലും നമ്മുടെ അരികിൽ ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. അതാണ് സാക്ഷാൽ നസറേയനായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായി എന്ന് അറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ് വായിച്ചത്. ബെഥേസ്ത എന്നൊരു കുളം, ആ കുളത്തിൽ ചരിത്രം പറയുന്നത് ദൂതൻ ആ കുളത്തിൽ ഇറങ്ങി വെള്ളം കലങ്ങുമ്പോൾ രോഗികളായിട്ടുള്ള, ക്ഷീണം അനുഭവിക്കുന്ന, ഏതു സാഹചര്യത്തിൽ ക്ഷീണം അനുഭവിക്കുന്ന രോഗികളായിട്ടുള്ളവരും ആദ്യം ആ ദൂതൻ കുളം കലക്കുമ്പോൾ ആ കുളത്തിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് വിടുതൽ കിട്ടും, സൗഖ്യം കിട്ടുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ യേശു ഒരു മനുഷ്യനെ കണ്ടു. ഈ കുളത്തിന്റെ അരികത്തായി ഏറിയ വർഷം കൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ, സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. ആ മനുഷ്യന്റെ വിഷയം എന്ന് പറയുന്നത് പക്ഷപാതമാണ്. കിടക്കകത്ത് ആയിപ്പോയ ഒരു വിഷയം, ആരും സഹായിക്കാനില്ലാത്തൊരു വിഷയം. ആരെങ്കിലും സഹായിച്ചാലേ മനുഷ്യൻ ഈ കുളത്തിനകത്തേക്ക് ഇറങ്ങാൻ പറ്റൂ. ഇറങ്ങിയെങ്കിലേ അവിടുന്ന് വിടുതൽ കിട്ടത്തുള്ളൂ. യേശു കർത്താവ് ആ മനുഷ്യനെ കണ്ടു. യേശു ഒരു മനുഷ്യനെ കണ്ടാൽ ആ മനുഷ്യന് വിടുതലായിരിക്കും, ആ മനുഷ്യന് സൗഖ്യം പ്രാപിക്കും. ഏതു സാഹചര്യത്തിലായാലും, ഏതു ബുദ്ധിമുട്ടിന്റെ നടുവിലും യേശു ആ ബുദ്ധിമുട്ടുകളെ മാറ്റുവാനിടയായിത്തീരും. നമുക്ക് ഏതു വിഷയമാണോ നമ്മെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഏതു വിഷയമാണോ നമ്മെ വേദനപ്പെടുത്തുന്നത്, ആ വിഷയത്തിന് ഒരിടത്ത് മാത്രമേ ഉള്ളൂ വിടുതൽ. അത് യേശുവിന്റെ സന്നിധിയിലാണ്. യേശു ഈ ഒരു മനുഷ്യനെ കണ്ടിട്ട് ഏറെ കാലമായെന്ന് മനസ്സിലായി. ഏറെ കാലമായി ഈ മനുഷ്യൻ ഇവിടെ കിടക്കുന്നു. ആ മനുഷ്യന്റെ അരികിലേക്ക് ചെന്ന് ആ മനുഷ്യനോട് യേശു ചോദിക്കും, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഏറെക്കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേദന. ഏകദേശം 38 വർഷമായി തൻ്റെ ലൈഫിന്റെ ഒരു സിംഹഭാവവും കഴിഞ്ഞു. ആ ഭാഗത്തെല്ലാം താൻ ഒരു രോഗിയെ, നിത്യരോഗിയായി മാറി. ചിലരോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയും, ഞാൻ എൻ്റെ ലൈഫിൽ ഒരു നിത്യരോഗിയാണ്, ഈ രോഗം എന്നെ കൊണ്ടേ പോകത്തുള്ളൂ, ഈ രോഗം കൊണ്ട് ഞാൻ അവസാനിച്ചു പോകും, ഞാനൊരു നിത്യരോഗിയാണ്, എനിക്ക് ഇതിനകത്തുനിന്നൊരു മോചനം, എനിക്കൊരു വിടുതൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ സാഹചര്യത്തിലൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് ഒരല്പസമയം എന്നെ കേൾക്കുക. നിങ്ങളോട് എനിക്ക് ഒരു ദൈവശബ്ദം കൈമാറാനുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് മറുപടി ഉണ്ട്. നിങ്ങളുടെ വിഷയത്തിനും യേശു പരിഹരിക്കും. അതിനൊരു മതം വിഷയമല്ല, അതിന് യേശുവിനെ സ്വീകരിക്കുക, യേശുവിനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ദൈവത്തിന് ഇഷ്ടം ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറുന്ന അനുഭവമല്ല, യേശുവിനെ നമ്മുടെ ലൈഫിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഈ മനുഷ്യന്റെ ഇറങ്ങിലേക്ക് യേശു ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട്? എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് യേശു കർത്താവ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ, നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ഒരു പരിഹാരം വരുവാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഈ മനുഷ്യൻ പറയുന്ന മറുപടി, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ
ഈ മനുഷ്യൻ പറയുന്ന പറയും 7-ാമത്തെ വാക്യമാണ്. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരും ഇല്ല എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ വിഷയമെന്ന് പറയുന്നത് രോഗം മാത്രമല്ല, ആരും തൻ്റെ കൂടെ ഇല്ലെന്നുള്ളതാണ് തൻ്റെ ഏറ്റവും വലിയ വേദന. രോഗം ഒരു വശത്ത് തന്നെ തളർത്തുന്നുണ്ടെങ്കിലും, തന്നെ ക്ഷീണിപ്പിക്കുന്നുണ്ടെങ്കിലും, തന്നെ മറുവശത്ത് തന്നെ ക്ഷീണിപ്പിക്കുന്ന അതിലും വലിയൊരു വിഷയം തനിക്ക് ആരുമില്ല എന്നുള്ളതാണ്. ഇന്നൊട്ടനവധി പേരനുഭവിക്കുന്ന ഒരു വലിയ വിഷയമാണ്. അവർക്ക് ശരീരത്തിൽ രോഗമാണ് എങ്കിലും അവരെ തളർത്തുന്ന ഏറ്റവും വലിയൊരു വിഷയം ആരും കൂടെ ഇല്ലെന്നുള്ളതാണ്. ആരും കൂടെ കാണാൻ, എല്ലാവരും ബിസിയായി മാറി, എല്ലാവരും തിരക്കുകളുള്ള ലൈഫിലേക്ക് മാറിക്കഴിഞ്ഞു. ആരും കൂടെ ഇല്ലാത്തൊരു ലൈഫിലേക്ക് ആയിക്കഴിഞ്ഞു. എന്നാൽ എൻ്റെ പ്രിയ സ്നേഹിതരെ, എൻ്റെ മാതാപിതാക്കളെ, ആരും ഇല്ലെങ്കിലും കൂടെ ഇറങ്ങി വരുന്ന യേശു കർത്താവിന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം മാത്രമേ, യേശുവിന്റെ സാന്നിധ്യം മാത്രമേ നമ്മുടെ അരികിലേക്ക് വരത്തുള്ളൂ. സുഹൃത്തുക്കൾ മാറി നിൽക്കാം, കൂട്ടുകാർ മാറി നിൽക്കാം, നാട്ടുകാർ മാറി നിൽക്കാം, സ്നേഹിതരെല്ലാം മാറി നിന്നെന്ന് വരാം. പക്ഷെ യേശു മാറി നിൽക്കത്തില്ല. നിങ്ങളുടെ അവസ്ഥക്കകത്ത് യേശുവേ, എൻ്റെ ലൈഫിനകത്ത് ഒരു അത്ഭുതം ചെയ്യണമേ, എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങൊരു മാറ്റം കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ആ കർത്താവിന് നിങ്ങളുടെ ലൈഫിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈ മനുഷ്യൻ യേശുവിനോട് പറയുക, കുളം കലങ്ങുമ്പോൾ തന്നെ അതിനകത്ത് ആക്കാൻ ആരുമില്ല. പ്രിയരെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലോ കടന്നു പോകുന്നവരുണ്ടോ? എൻ്റെ കൂടെ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ടോ? ഇന്ന് പകൽ ആ കർത്താവിനെ ഒന്ന് വിളിക്കാൻ പറ്റുമോ? ആ കർത്താവെ, എന്നെ ഒന്ന് കാണണമേ, എന്നോടൊന്ന് മനസ്സലിയണമേ എന്ന് പറയാൻ കഴിയുമോ? എൻ്റെ സുഹൃത്തുക്കളോട്, മാതാപിതാക്കളോട്, നമ്മുടെ രോഗങ്ങളെക്കാളും നമ്മളെ വേദനപ്പെടുത്തുന്ന നമ്മുടെ ഒറ്റപ്പെടലുകളാണ്. നാം ഒറ്റയ്ക്കായി പോയി എന്നുള്ള വിഷയങ്ങളാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പകൽ യേശുവിന് നിങ്ങളോടൊരു മറുപടി പറയാനുണ്ട്. നിങ്ങളുടെ കൂടെ യേശു ഇറങ്ങി വരും. ആ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കട്ടെ, ആ സ്നേഹം നിങ്ങൾ അനുഭവിക്കട്ടെ. ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ യേശു വിളിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ കൂടെ കാണും. അടുത്ത വാക്യത്തിൽ കാണാൻ കഴിയുന്നത് 8-ാമത്തെ വാക്യത്തിൽ, യേശു അവനോട്, നിന്റെ കിടക്കയെടുത്ത് നടക്കാം. നിന്നെ ഇതുവരെ കിടത്തിയത്, നിന്നെ ഇതുവരെ രോഗിയാക്കി മാറ്റിയ നിന്റെ ഒറ്റപ്പെടലാണെന്ന് പറഞ്ഞ നിന്റെ നിലവാരത്തെ, നിന്നെ രോഗിയാക്കി കിടത്ത നിന്റെ വിഷയത്തെ, ഇതെല്ലാം നീ മറന്ന് ഇനിയെന്നും യേശു നിന്റെ കൂടെ കാണും. ആരും കൂടെ കണ്ടില്ലേലും യേശു കൂടെ കാണും. അതുകൊണ്ട് പ്രിയരെ, ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തില്ല. യേശുവിനെ നമ്മുടെ ലൈഫിലേക്ക് സ്വീകരിക്കാം. യേശുവിനെ എന്നിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും. ആ രക്ഷകനായ കർത്താവ് നമ്മുടെ ഏതവസ്ഥയ്ക്കകത്തും ഭേദം വരുത്തും. വളരെ പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.